നിങ്ങളുടെ വസ്തു സംബന്ധിച്ചൊരു വിഷയം, വീടും അത് തന്നെ സംബന്ധിച്ചൊരു വിഷയം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. കറക്റ്റാണോ? കറക്റ്റാണ്. ഇതുവല്ലോ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അറിയണം. ഇന്ന് അതിന്റെ അകത്തൊരു വിടുതൽ ദൈവം വായിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തീ തിന്നുവാണല്ലോ. ഒരു വർഷത്തിൽ ലാസ്റ്റിലാണ് ഞാൻ കാണുന്നത്. ലാസ്റ്റ് ഒരു വർഷം തീ തിന്നുക, 10 വർഷം മൊത്തത്തില് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, ഒന്നും കുറയുന്നില്ല. ലാസ്റ്റ് ഒരു വർഷം കണക്കും പ്രകാരം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതെ, ശരിയാണോ? അതിപ്പോ കേസേലാണോ? കോടതി കിടക്കും. അവളുടെ പേരെങ്ങനെ? യേശുദാസ്. അവിടെ അല്ലേ താമസിക്കുന്നത്? ആണല്ലോ. ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. യേശുദാസ് ഇപ്പൊ എവിടെ ഉണ്ട്? രണ്ടു വഴിക്കല്ലേ? രണ്ടു വഴിക്കല്ലേ? ഒരു വഴിക്കല്ലല്ലോ. രണ്ട് വഴിക്കല്ലേ. ഒന്ന് കിഴക്കോട്ട്, ഒന്ന് പടിഞ്ഞാറോട്ട് പോകുന്നുണ്ട്. നീ എഴുന്നേക്കരുതെന്ന് വെല്ലുവിളിച്ച ഒരു വെല്ലുവിളി ഇന്ന് അവസാനിക്കും. കുറച്ചുകൂടെ എനിക്ക് വീട്ടിലൊക്കെ ഒന്നും പറയണമെന്നുണ്ട്, പക്ഷെ ഇത് വിവാദമാകും. അതുകൊണ്ട് എന്നോട് ഇത് വിവാദമാകും. കാരണം ഒരു വാർത്ത വീടല്ലേ കാണിക്കുന്നത്. ഒരു വാർത്ത വീട് കാണിക്കുന്നു. ഇതത്ര 5 സെന്റോ 10 സെന്റോ? 5 സെന്റില്ലേ ഉള്ളു. ഇതാകെ ഞാനിവിടെ ദൂരോട്ട് നോക്കുമ്പോൾ 5 സെന്റ് വസ്തു അകത്ത് കാണിക്കുന്നത്. ഈ 5 സെന്റ് വസ്തുവിനാണോ ഈ പിടിവലി മുഴുവൻ നടക്കുന്നത്? ഈ 5 സെന്റ് വസ്തുവിന് ഇതിപ്പോ കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണല്ലോ വരുന്നത്. മൂന്ന് മക്കള്, അതാരോടാ? നിങ്ങളോടല്ലേ? നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ഒരു സ്റ്റേ ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് അവിടെ ജീവിക്കാം, നിങ്ങൾക്ക് അവിടെ അവകാശമുണ്ട്, നിങ്ങളുടെ പേരിൽ അത് വരും. കാരണം എന്നെ കർത്താവ് കാണിക്കുന്ന വാർത്ത മനോഹരമായ ഒരു വീട് ദൈവം എന്നെ കാണിക്കുന്നു. ആ വീടിന്റെ അകത്ത് നിങ്ങളുടെ അധ്വാനം നല്ലവണ്ണം നിങ്ങളുടെ അധ്വാനം ഉണ്ട് അതിനകത്ത്. ആ വീടുണ്ടാക്കാൻ നിങ്ങൾ അതിന്റെ പുറകിൽ ഒരുപാട് ഓടിയ വ്യക്തിയാണ്. ശരിയാണോ? കറക്റ്റാണോ? ഒത്തിരി അധ്വാനമുണ്ട്, ഒത്തിരി പ്രാർത്ഥനയുണ്ട്, ഒത്തിരി കണ്ണുനീരുണ്ട്. കാരണം ഇങ്ങനൊരു വീട് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. തകർന്ന് തരിപ്പണമായി കിടക്കുന്നിടത്തു നിന്ന്, ഒറ്റപ്പെട്ടെടുത്തു നിന്ന് ദൈവം വിളിച്ചോണ്ട് വന്നതാ. പക്ഷെ ഇത് വേറെ ആർക്കും പോകത്തില്ല, നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ധൈര്യത്തോടെ പൊക്കോ. കർത്താവ് ഇതിനകത്തൊരു വലിയ അത്ഭുതം ചെയ്യും കേട്ടോ. പോയിരുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Subscribe and follow me.